എല്ലാവർക്കും നമസ്കാരം. ലൈഫ് അൺസ്ക്രിപ്റ്റഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കോവിഡ് എന്ന് പറയുന്ന രോഗം വന്ന് പോയിട്ട് ഏറെക്കുറെ 5 വർഷമായി. പക്ഷെ നമ്മളെല്ലാവരും അതിനെപ്പറ്റി മറന്നുപോയി എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർ സ്റ്റേജിൽ വേദിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ചോദിക്കണ്ടായി, കഴിഞ്ഞ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? 2020 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഉത്തരവില്ല. കാരണം എല്ലാവരും ആലോചിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത്. ശരിക്കും ആ സമയത്ത് നമ്മളൊരു ലോക്ക്ഡൌണിലായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാനോ പോലും സ്വാതന്ത്ര്യമില്ലാതിരുന്ന കുറെ മാസങ്ങൾ നമ്മൾ തരണം ചെയ്തിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെയൊക്കെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇങ്ങനെ ഒരു രോഗം വന്നിട്ടേ ഇല്ല എന്നുള്ള രീതി. പക്ഷെ എന്നെയും ആ രോഗം ബാധിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനും ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ തന്നെ പോയാനെ. ഇപ്പോൾ ക്വാറന്റൈനിൽ മാത്രം ഇരിക്കുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഞാനും ആ രീതിയിലൊക്കെ തന്നെ ചിലപ്പോൾ ചിന്തിച്ചേനെ. പക്ഷെ രോഗം അതിൻ്റെ എല്ലാ മൂർധന്യ അവസ്ഥയിലും എന്നെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. രോഗം എനിക്ക് കിട്ടാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡ് വാർഡുകളിലുള്ള ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ തന്നെ വളരെയധികം പ്രിക്കോഷൻസ് എടുക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ കോവിഡിന്റെ ഫസ്റ്റ് വേവിൽ എനിക്ക് രോഗം വന്നില്ല. സെക്കൻഡ് വേവ് വന്നതിന് ശേഷമാണ് ഈ രോഗം എനിക്ക് വരുന്നത്. നമ്മുടെ വാർഡിൽ, ന്യൂറോ സർജറി വാർഡിൽ അഡ്മിറ്റ് ആയിരുന്ന മൂക്കിലൂടെ ഈ CSF എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിനുള്ള ഫ്ലൂയിഡ് മൂക്കിലൂടെ വരുന്ന, അതിന് സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയി കിടന്ന ഒരു ഫീമെയിൽ പേഷ്യന്റിന്റെ കയ്യിൽ നിന്നാണ്. കാരണം അവർക്ക് മാസ്ക് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മൂക്കിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ഫ്ലൂയിഡ് വന്നതുകൊണ്ട് അവർക്ക് മാസ്ക് ഉപയോഗിക്കാൻ പ്രയാസമായിരുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് മാസ്ക് മാറ്റിയിട്ട് തുണി വെച്ച് തുടയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്നാണ് എനിക്ക് ഈ രോഗം പടർന്നത്. അപ്പൊ രോഗം വന്നു. മറ്റ് രോഗികളെയൊക്കെ പോലെ തന്നെ ആ കാലത്ത് 2 വീക്സ് ക്വാറന്റൈൻ, ഒരാഴ്ച അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് ഡൈമറൊക്കെ കുറച്ച് ഹയർ സൈഡിലായിരുന്നതിനാൽ അതിൻ്റെതായ മെഡിസിൻസും കുറച്ച് സ്റ്റീറോയിഡ്സും ഒക്കെ എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വീട്ടിൽ പോയി. അടുത്ത ഒരാഴ്ച വീട്ടിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ ഒരു കോവിഡ് രോഗി, കാറ്റഗറി 1 കോവിഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അവസ്ഥ മാത്രമായിരുന്നു. പക്ഷെ അന്ന് ജോയിൻ ചെയ്തു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു രോഗിയെ കാണാൻ വേണ്ടി, കൺസൾട്ടേഷൻ കാണാൻ വേണ്ടി അവിടെ ചെന്ന് രോഗിയെ കണ്ട് കഴിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഷീറ്റിൽ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ പാൽപിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അപ്പം അത് ചെറിയതായിട്ട് കൂടിക്കൂടി വരുന്നു. പക്ഷേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടെന്ന് അത് എഴുതി തീർത്തിട്ട് ശേഷം ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന സമയമായപ്പോഴത്തേക്കും എനിക്ക് ഇത് ഭയങ്കരമായിട്ട് നെഞ്ചിനകത്ത് ചെണ്ട കൊട്ടുന്ന പോലത്തെ ഒരു, ശരിക്കും എന്ന് വെച്ചാൽ അത്രയും സ്പീഡിന്, അത്രയും ഒരു പവറിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയും. ഞാൻ എന്നിട്ട് നമ്മുടെ ഡ്യൂട്ടി റൂമിൽ പോയി കിടന്നിട്ട് എൻ്റെ കൂടെയുള്ള കൊളീഗ്സിനെയൊക്കെ ഫോൺ ചെയ്ത് വരുത്തി. അവരൊക്കെ ഓടി വന്ന് ഈ മറ്റു പൾസ് ഓക്സിമീറ്റർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹാർട്ട് റേറ്റ് ഏതാണ്ട് 90, 90, 200 റേഞ്ചിലാണ്. സാധാരണ നമുക്കറിയാമല്ലോ, ഹാർട്ട് റേറ്റ് 80, 90 ഒക്കെയാണ് സാധാരണ അവസ്ഥയിൽ വരാവുന്നത്. 190, 200 റേഞ്ചിലാണ്. അതും അതിൻ്റെ ഓഡിയോ ഒക്കെ കൂടുതലാണ്. പൾസൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ വേർക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഹാർട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് സംസാരിക്കാനോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. ഉടനെ തന്നെ ആശുപത്രി ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി കൂടുന്നു, വീൽ ചെയർ എടുക്കുന്നു, നേരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്തൊക്കെ തന്നെ എനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഹാർട്ട് ഇടിക്കുന്നതായിട്ട് എനിക്ക് കിടക്കുമ്പോൾ ആണെങ്കിൽ ഈ കട്ടിൽ നിന്ന് പൊങ്ങിച്ചാടുന്ന പോലത്തെ ഒരു ഫീലാണ് ഹാർട്ട് ഇടിക്കുന്നത് കാരണം. അപ്പൊ അതുകൊണ്ട് കിടക്കുന്നതിന് പകരം ഞാൻ കൂടുതൽ ഇരിക്കാനാണ് പ്രിഫർ ചെയ്തിരുന്നത്. ആ സമയത്ത് കാഷ്വാലിറ്റിയിലെത്തി കാർഡിയോളജിസ്റ്റുകളൊക്കെ ഓടി വന്നു. അവര് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ECGയിൽ ഒരു ടാക്കിക്കാർഡിയ ഭയങ്കരമായിട്ട് കൂടുതലാണ്, ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതിനു വേണ്ടിയുള്ള മെഡിസിൻസ് ഒക്കെ പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്ന ചില മെഡിസിൻസ് ഒക്കെ ഇൻജെക്ട് ചെയ്തു. എന്നിട്ട് അതിനോടൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഉടനെ തന്നെ ഇപ്പൊ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാർഡിയോളജി ICUയിലേക്ക് മാറ്റുകയും എക്കോ ഒക്കെ എടുത്തു അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല. അങ്ങനെ
എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ അതീവ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ആ ഒരു സ്റ്റേജ്. BP ഒന്നും കുറഞ്ഞു പോയില്ല, മറ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെതായിട്ടുള്ള മറ്റ് സിംറ്റംസോ മറ്റ് സൈൻസോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ മരിച്ചു പോകും എന്നുള്ളൊരു ഭയമൊന്നും ഇല്ല. പക്ഷെ എന്നാൽ എന്താണ് കാരണമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ. അങ്ങനെ കാർഡിയാക്കോളജി ICUവിൽ ഒരു 3-4 ദിവസം കാർഡിയോളജി ICUവിലായിരുന്നു. അതിനുശേഷം മരുന്നിൻ്റെ ഒക്കെ ഇതിൽ ഹാർട്ട് റേറ്റ് ഒക്കെ നോർമൽ ആയപ്പോഴത്തേക്കും പിന്നെ മറ്റ് ചില കുറേ അധികം ടെസ്റ്റുകളും ഒക്കെ ചെയ്തു. അതിലൊന്നും തന്നെ ഹാർട്ട് റേറ്റ് കൂടുതലാണ് എന്നതിനപ്പുറം എന്താണ് കാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ആദ്യത്തെ തവണ അത് വന്നു, കുറച്ച് നാൾ റെസ്റ്റ് എടുത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, മരുന്നൊക്കെ കഴിച്ച് ഞാൻ സ്റ്റേബിൾ ആയിട്ട് തിരിച്ച് വീണ്ടും ജോയിൻ ചെയ്യുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ. ഇതെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒന്നുമല്ല, വെറുതെ ഇരുന്നാലും ഈ പറയുന്ന പോലെ പാൽപിറ്റേഷൻ വരുന്നു, ഒരു ഭയപ്പാടോടുകൂടി വീണ്ടും ECG എടുക്കാൻ പോകുന്നു, ഇതുപോലെ വീണ്ടും ICUവിൽ അഡ്മിറ്റ് ആവുന്നു. കുറച്ച് ഒരു 2-3 ദിവസം കൊണ്ട് വീണ്ടും ഹാർട്ട് റേറ്റ് വീണ്ടും നോർമൽ ആവുന്നു. പക്ഷേ പല ടെസ്റ്റുകൾ ചെയ്തിട്ടും എന്താണ് റീസൺ എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അവസാനം ശ്രീചിത്ര പോലത്തെ ഹയർ സെന്ററുകളിലൊക്കെ പോയിട്ട് കാർഡിയാക് MRI അതുപോലുള്ള ടെസ്റ്റുകൾ, ഹയർ ലെവലിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടും അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു കാരണം എന്ന് പറയാൻ മാത്രമുള്ള കാര്യമില്ല. അപ്പോൾ ഇതേപോലുള്ള സിംറ്റംസ് കോവിഡ് വന്ന് മാറിയിട്ടുള്ള പല രോഗികൾക്കും ഉണ്ടായിരുന്നു എന്ന് അന്ന് ശ്രീചിത്രയിലെ സീനിയർ കാർഡിയോളജിസ്റ്റുമാർ പറയുന്നുണ്ടായിരുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് മാത്രമേ ഞാനും ആ സമയത്ത് കഴിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇതൊരു 7-8 മാസത്തെ കാലയളവിനുള്ളിൽ ഒരു 4-5 പ്രാവശ്യം ഈ പറയുന്ന ഇതേ അവസ്ഥ, ഒരു 3 പ്രാവശ്യം ICUവിൽ അഡ്മിറ്റ് ആവുകയും ബാക്കി സമയങ്ങളിലൊക്കെ പിന്നീട് അത് ഒരു ശീലമായി അതുകൊണ്ട് തന്നെ ICUവിലൊന്നും അഡ്മിറ്റ് ആവുന്നില്ല, മരുന്ന് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പക്ഷെ ഇത് ആദ്യം വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കൂളാണ്, എനിക്കിത് കുഴപ്പമില്ല, ഹാർട്ട് പിടിക്കുന്നതിന്റെ ഫീൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആദ്യ തവണ ഇത് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് തീർച്ചയായിട്ടും ഞാൻ മരിച്ചു പോകും എന്ന് തന്നെയായിരുന്നു. കാരണം കോവിഡ് വന്ന് എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് ചിരിച്ചും അല്ലെങ്കിൽ ചെറിയ ശ്വാസം മുട്ടലോട് കൂടിയൊക്കെ ICUവിലേക്ക് വരുന്ന രോഗികൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡീസാച്ചുറേറ്റ് ചെയ്ത് സാച്ചുറേഷനെ കുറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെക്കുറെ ആദ്യത്തെ കാഷ്വാലിറ്റിയിലേക്ക് എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ തീർച്ചയായിട്ടും ഓക്കെ ഇന്നാണ് എൻ്റെ അവസാനത്തെ ദിവസമാണെന്ന് എന്നൊക്കെ തന്നെ വിചാരിച്ചിട്ടാണ് അന്ന് പോകുന്നത്. പക്ഷെ അത് പുറമെ പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, വേറെയും പല രീതിയിൽ കോവിഡ് എന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മറ്റൊരു എപ്പിസോഡിൽ പറ്റുമെങ്കിൽ ആ ഒരു അനുഭവം പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കോവിഡ് എന്ന് പറയുന്ന രോഗം നമ്മളങ്ങനെ മറക്കാൻ പാടില്ലാത്ത ഒരു അനുഭവമാണ്. പ്രത്യേകിച്ചും ക്വാറന്റൈൻ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ മനുഷ്യായുസ്സിൽ അനുഭവിച്ചിട്ടുള്ളവർ നമ്മുടെ തലമുറയിലോ അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരിൽ തന്നെ അതിന് മുമ്പോ ശേഷമോ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു വൈറസ് വിചാരിച്ചാൽ നമ്മളെ എങ്ങനെയൊക്കെ ബാധിക്കാം, എങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ തരണം മറിക്കാം എന്നുള്ള ഇത് തിരിച്ചറിയാൻ വേണ്ടി കോവിഡിനെ നമ്മൾ മറക്കാനേ പാടില്ല ശരിക്കും.